അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, കൗൺസിലിങ്ങിൻ്റെ 20 അധ്യായങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ക്ലാസിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. ഈ ക്ലാസ്സിന് വിജ്ഞാനം എന്ന് നമുക്ക് നാമകരണം ചെയ്യാം. വിജ്ഞാനം അഥവാ അറിവ്. ഈ അറിവ് പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. അത് ശരിയാൻ വണ്ണം ഉപയോഗിക്കുമ്പോഴാണ് നാം പഠിച്ച വിജ്ഞാനം അത് നമുക്ക് ഉപകാരപ്രദമായി കിട്ടുന്നത്. നേരെ മറിച്ച് നാം പഠിക്കുന്ന വിജ്ഞാനം, അറിവ്, അത് വേണ്ടതുപോലെ ആകാതിരിക്കുമ്പോൾ ആ അറിവ് കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടണില്ല. പൊതുവിൽ ഇന്നത്തെ കാലത്ത് നാം പഠിക്കുന്ന അറിവുകൾ മുഴുവനും നമുക്ക് ഉപകാരത്തിൽ കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ മാത്രമാണ് ആ ഇൽമ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇൽമ് അഥവാ വിജ്ഞാനം പഠിക്കൽ നിർബന്ധമാകുന്നു. മതപരമായിരിക്കുന്ന ഇൽമാണ് ഉദ്ദേശിക്കുന്നത്. മതപരമായിരിക്കുന്ന ഈ വിജ്ഞാനത്തിൽ ശാഖാപരമായി പല അറിവുകളും കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും ഉള്ള അറിവ് ഈ ഒരു വിഷയത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? എല്ലാ വിഷയങ്ങളിലുമുള്ള അറിവുകൾ സമ്പാദിക്കാൻ വേണ്ടി, സ്വായത്തമാക്കാൻ വേണ്ടി, കിട്ടാൻ വേണ്ടി നാം പണിപ്പെടണം. നാം പല കാര്യങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ലോകത്തെയും നാളെ വരാൻ പോകുന്ന ആഖിറത്തിൻ്റെയും വിജയത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം. ആ ഒരു പ്രവർത്തനമാണ് നമ്മളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ കാലത്ത് നന്മ ചെയ്യുന്ന ആളുകൾ മുസ്ലിമീങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, മുസ്ലിമീങ്ങളുമുണ്ട്, മുസ്ലിമീങ്ങൾ അല്ലാത്തവരുമുണ്ട്. എല്ലാവരും നന്മ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയാണ് നാം വേണ്ടത്. നാം അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ നന്മ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ, അതിനുള്ള ഒരു വേദിയാവട്ടെ. നമ്മുടെ പഠന ക്ലാസ്സുകളും അതേപോലെ നമ്മുടെ മറ്റുള്ള ചർച്ചകളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലതും എന്തിനു വേണ്ടിയിട്ടുള്ളതാവണം? വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാവണം. അതാണ് നമ്മൾ വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നാം ചെയ്യേണ്ടുന്ന കാര്യം വിജ്ഞാനം അഥവാ അറിവ് അത് സമ്പാദിക്കുവാൻ വേണ്ടി നാം ഒരു ദിവസത്തിൽ ഒരു അല്പസമയമെങ്കിലും നാം ഉപയോഗപ്പെടുത്തണം. ഇനി അടുത്ത ഭാഗങ്ങളിലൂടെ വിജ്ഞാനത്തിൻ്റെ പല ഭാഗങ്ങളും പല ശാഖകളും നമുക്ക് മനസ്സിലാക്കാം. അതിന് പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകൾ
എല്ലാവരും കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.